സമയം രാത്രി 11 മണി കഴിഞ്ഞ്. ഈ സമയത്ത് ഞങ്ങൾ അങ്ങോട്ട് പോകാനായി റെഡി ആയിട്ട് നിൽക്കുന്നതെന്ന് വെച്ചാൽ വേറെ അങ്ങോട്ടല്ല, ചെക്കനൊരു ചായ കുടിക്കാൻ പുതി. എന്നാൽ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞപ്പോൾ അത് പറ്റില്ല, പുറത്തു പോയി തന്നെ കുടിക്കണം. അങ്ങനെ പോവാണേ. ഞാനാണ് ഒരു ഫുൾ സ്ലീവ് ടീഷർട്ടൊക്കെ ഇട്ട് കേട്ടോ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ ചെക്കൻ മുമ്പ് ഇതുപോലെ ഒരു ചായ കുടിക്കാൻ ഇവിടെ അടുത്ത് വരെ പോകാമെന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് പോയി. എന്നിട്ട് പോയതോ അങ്ങ് കോഴിക്കോട് ബീച്ച് വരെ. ഇനി അങ്ങനെ വല്ല പ്ലാനും ആശാനുണ്ടെങ്കിൽ തണുത്ത് ചാകണ്ടെന്ന് വിചാരിച്ച് നേരത്തെ ഇട്ടതാട്ടോ. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ എന്തായാലും ഇറങ്ങിയതല്ലേ, ATM കൂടി പോകാമെന്ന് പറഞ്ഞാൽ ആദ്യം ATM പോയി. പക്ഷെ അത് വർക്കായില്ല. അപ്പോൾ നേരെ അടുത്ത ATM പിടിച്ചു. ഈ നിൽക്കുന്ന എന്താണെന്ന് വെച്ചാൽ ചായ വേണം ചായ വേണം എന്ന കൺഫ്യൂഷന് നിൽക്കുകയാണ്. ഞാനാണെങ്കിൽ വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചുകൊണ്ട് എൻ്റെ വയറ് ഫുള്ളായതുകൊണ്ടും ഒരു മൂഡില്ലാത്തതുകൊണ്ടും ചായ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ചായക്കട കയറി. ഞാൻ ബൂസ്റ്റാണ് പറഞ്ഞത്. ആളൊരു കട്ടൻ ചായ മേടിച്ചു. കഴിക്കാനൊന്നും മേടിച്ചില്ല കേട്ടോ. അങ്ങനെ ലാസ്റ്റ് പോകാൻ നേരത്തൊരു സമൂസ മേടിച്ച ആള്. സമൂസ മേടിച്ച് ഞാനൊന്ന് വീഡിയോ എടുക്കാൻ പിടിച്ചപ്പോഴേക്കും കൊണ്ടുപോകുന്ന ആള് ഞാൻ കഴിക്കുന്നു വിചാരിച്ച്. അങ്ങനെ തിരിച്ചു പോകാൻ നിന്നപ്പോഴാണ് ഈ ആളെ കാണുന്നത്. എനിക്കാണെങ്കിൽ പിടിച്ച് വീട്ടിൽ കൊണ്ടുപോകാനൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു നോക്കി, എവിടെ ആൾക്ക് ഭയങ്കര പേടിയായതുകൊണ്ട് സമ്മതിച്ചില്ല. അങ്ങനെ ഞങ്ങൾ ചായ കുടിച്ച് തിരിച്ചു പോവുകയാണേ. ഈ മരം കണ്ടോ, ഇത് നിറച്ച് വെള്ളപ്പൂ കുത്തുന്നതല്ല കേട്ടോ, നിറച്ച് കുക്കുകളാണേ. പകലും ഇതുപോലെ തന്നെ ആയിരിക്കും. ഞങ്ങളിടയ്ക്ക് പോകുമ്പോൾ ഇടയ്ക്ക് കുറച്ച് ഗിഫ്റ്റ് ഒക്കെ കിട്ടാറുണ്ട്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. സമയം 12 മണി കഴിഞ്ഞു. എല്ലാവരും കിടന്നുറങ്ങി. ഒരു ടെസ്റ്റ് ഉണ്ട്. കുറേ കോളിംഗ് ബെൽ അടിച്ചിട്ടും പപ്പ എണീക്കണില്ല. ആള് നല്ല ഉറക്കത്തിലായി പോയി. പറഞ്ഞിട്ട് കാര്യമില്ല, 12 മണി കഴിഞ്ഞല്ലോ. അവസാനം ഇതാ അവസ്ഥ. ജനലിൽ കൂടെ വിളിക്കേണ്ടി വന്നു. അങ്ങനെ പാവം പപ്പ വന്ന് ഉറക്കത്തിൽ നിന്ന് ഡോർ തുറന്നുകൊണ്ട് ഞങ്ങൾ അകത്ത് കയറിയ. അങ്ങനെ ഈ പ്രാന്തി ഇതോടെ അവസാനിച്ചിരിക്കുന്നു. ഇനി ഞങ്ങൾ പോയി കിടന്നുറങ്ങട്ടെ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.